നമസ്കാരം. പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടുന്ന ലോക മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ളത് നമ്മുടെ മമ്മൂട്ടിയാണ്. പക്ഷേ ആഗോളതലത്തിൽ തന്നെ നോക്കിയാൽ 60 കഴിഞ്ഞാലും തങ്ങളുടെ സൗന്ദര്യം നിലനിർത്തുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. എന്നാൽ മഡോണ എന്ന ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച ഗായികയ്ക്ക് മുന്നിൽ നമ്മുടെ മമ്മൂട്ടി ഒന്നുമല്ല. 65 വയസ്സായി മഡോണയ്ക്ക്. ഇന്നും കത്തുന്ന സൗന്ദര്യമാണ്. പതിനായിരങ്ങളെ ആവേശ കൊടുമുടിയിലെത്തിക്കുന്ന 3 മണിക്കൂർ സ്റ്റേജ് ഷോ കണ്ടാൽ ഇന്ന് ആരും അമ്പരന്ന് പോകും. ആരെയും കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന മഡോണ എന്ന പോപ്പ് റാണിയുടെ ജീവിത കഥയാണ് ന്യൂസ് ഇൻഡപ്തിൽ. മഡോണയുടെ തിരിച്ചുവരവിന്റെ വേദിയായിരുന്നു ബ്രസീലിലെ കോപ്പകബാന ബീച്ചിൽ 2 ദിവസം മുൻപ് നടന്ന സംഗീത പരിപാടി. ഇവിടുത്തെ വിശാലമായ മണൽപ്പരപ്പ് മൊത്തമായി ഒരു ഡാൻസ് ഫ്ലോറായി മാറി. തല ഒരു തൊപ്പിയാൽ മൂടിയും കയ്യിലൊരു ജപമാല മുറുകെ പിടിച്ചും തകർത്താടി പോപ്പ് രാജ്ഞി വേദിയെ പ്രകമ്പനം കൊള്ളിച്ചു. ഒക്ടോബറിൽ ലണ്ടനിൽ ആരംഭിച്ച ദ സെലിബ്രേഷൻ എന്ന മഡോണയുടെ ടൂറിന്റെ അവസാന ഷോയായിരുന്നു ഇത്. 1.6 ദശലക്ഷത്തിലധികം ആരാധകർ മഡോണയുടെ സംഗീത പരിപാടി ആസ്വദിച്ചു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൽ നിന്ന് വലിയ ആരവങ്ങൾ ഉയർന്നു. കടൽ തീരത്തെ അഭിമുഖീകരിക്കുന്ന അപ്പാർട്ട്മെന്റുകളിലും ഹോട്ടലുകളിലും ആളുകൾ തിങ്ങിക്കൂടി. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും മുകളിലൂടെ പറന്നു. കടൽ തീരത്ത് മോട്ടോർ ബോട്ടുകൾ നങ്കൂരമിട്ടു. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ്, മഡോണ ജനക്കൂട്ടത്തോട് പറഞ്ഞു. സമുദ്രക്കാഴ്ചയും പർവ്വതങ്ങളും നഗരത്തെ അഭിമുഖീകരിക്കുന്ന ക്രൈസ്റ്റ് ദ റിഡീമർ പ്രതിമയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ കൂട്ടിച്ചേർത്തു. ഈ സ്ഥലം മാന്ത്രികമാണ്. പോപ്പിന്റെ പുരുഷ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന ആദ്യ വനിത ഇതാ തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് അതോടെ ലോക മാധ്യമങ്ങൾ എഴുതി. തീർത്തും അസാധാരണമാണ് ഈ സ്വരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ലോകത്തെ ആനന്ദ ലഹരിയിൽ ആറാടിച്ച മഡോണയുടെ ജീവിതം. $300 ദശലക്ഷത്തിലധികം റെക്കോർഡുകൾ വിറ്റഴിക്കുകയും $880 മില്യൺ ആസ്തി കണക്കാക്കുകയും ചെയ്ത മഡോണ സംഗീത വ്യവസായത്തിലെ ഏറ്റവും വിജയകരമായ സ്ത്രീകളിൽ ഒരാളാണ്. ഫോബ്സ് മാസികയുടെ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സ്ത്രീകളുടെ വാർഷിക റാങ്കിങ്ങിൽ 11 തവണ അവർ ഒന്നാമതെത്തിയിട്ടുണ്ട്. അവർ 28 ഗ്രാമി നോമിനേഷനുകൾ നേടുകയും 7 തവണ അവാർഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഗാനരചയിതാവ്, സംഗീത നിർമ്മാതാവ്, നർത്തകി, അഭിനേത്രി, എഴുത്തുകാരി എന്നീ നിലകളിലെല്ലാം പ്രശസ്തയാണ്. കയ്യിൽ വെറും $35 ന്യൂയോർക്കിലെത്തിയ മഡോണ ഇന്ന് ഒരു പരിപാടിക്ക് വാങ്ങുന്നത് 34 കോടി രൂപയാണ്. മഡോണ ലൂയിസ് സിക്കോൺ എന്നാണ് ഈ ലോക പോപ്പ് സംഗീത റാണിയുടെ പൂർണ്ണമായ പേര്. 1958 ഓഗസ്റ്റ് 16 അമേരിക്കയിലെ മിഷിഗണിലെ ബേ സിറ്റിയിൽ കത്തോലിക്ക മാതാപിതാക്കളായ മഡോണ ലൂയിസിൻ്റെയും സിൽവിയോ ആൻ്റണി എന്ന ടോണി സിക്കോണിൻ്റെയും മകളായാണ് ഇവർ ജനിച്ചത്. ചെറുപ്പത്തിലെ ദുരന്തം മഡോണയുടെ കൂടെപ്പിറപ്പാണ്. അവരുടെ 5-ാം വയസ്സിൽ അമ്മ സ്തനാർബുദം ബാധിച്ചു മരിച്ചു. 2 മൂത്ത സഹോദരന്മാരോടും 3 ഇളയ സഹോദരങ്ങളായ വലിയ കുടുംബമായിട്ടും അമ്മയുടെ മരണത്തോടെ അവൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് ആത്മകഥയിൽ പറയുന്നത്. അമ്മയുടെ പെട്ടെന്നുള്ള ദാരുണമായ മരണം മഡോണയെ അസ്വസ്ഥയാക്കി. അതിനുശേഷം പിതാവ് പുനർവിവാഹത്തിനായതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് തുടങ്ങിയതാണ് പിതാവുമായുള്ള അവരുടെ പ്രശ്നങ്ങൾ. ചെറുപ്പത്തിലെ തന്നെ റെബലായിരുന്നു മഡോണ. സെക്സി വസ്ത്രങ്ങൾ ധരിക്കാനും സ്വാതന്ത്ര്യത്തോടെ നടക്കാനും ആഗ്രഹിച്ചവൾ. ആൾക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കാനുള്ള അവളുടെ ആഗ്രഹം. മുടിയിലും വസ്ത്രങ്ങളിലും മിനി സ്കേർട്ടുകളിലുമെല്ലാം അവൾ ഇതിനായുള്ള പരീക്ഷണം നടത്തും. പിതാവിന് അതിഷ്ടമല്ല. അങ്ങനെ അവർ തമ്മിൽ വഴക്ക് പതിവായി. സ്കൂളിലും തികഞ്ഞ നിഷേധിയായിരുന്നു മഡോണ. അവിടെയും പഠിക്കാനല്ല, ആടാനും പാടാനുമായിരുന്നു അവൾക്കിഷ്ടം. വീട്ടിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചതോടെ മഡോണ നാട് വിട്ടു. വെറും 19-ാമത്തെ വയസ്സിൽ ഒരു ബാഗുമെടുത്ത കയ്യിൽ ഏതാനും ഡോളറുകളുമായി തനിക്ക് ഒരു പരിചയവുമില്ലാത്ത ന്യൂയോർക്ക് നഗരത്തിലേക്ക് വണ്ടി കയറി. 1978 ന്യൂയോർക്കിലെത്തുമ്പോൾ 19-കാരിയായ സുന്ദരിയുടെ കൈവശമുണ്ടായിരുന്നത് ചെറിയ സ്യൂട്ട് കേസ്, ഒരു വിന്റർ കോട്ട് എന്നിവയാണ്. ഒപ്പം $35. ന്യൂയോർക്ക് തിയേറ്റർ ഡിസ്ട്രിക്റ്റിലെ ടൈംസ് സ്ക്വയറിലാണ് ആദ്യം ഇറങ്ങിയത്. ദിവസം മുഴുവൻ നഗരത്തിൻ്റെ കോണുകളിൽ അലഞ്ഞു നടന്നു. അപ്പോഴാണ് തന്നെ പിന്തുടരുന്ന ഒരാളെ അവൾ ശ്രദ്ധിച്ചത്. അവളുടെ സ്ഥാനത്ത് മറ്റൊരാൾ അത്തരമൊരു സാഹചര്യത്തിൽ ഭയപ്പെടുമായിരുന്നു. എന്നാൽ മഡോണ അവനെ അഭിവാദ്യം ചെയ്യുകയും ന്യൂയോർക്കിൽ വീടില്ലാത്തതിൻ്റെ കഥ അവനോട് വിവരിക്കുകയും ചെയ്തു. ഒടുവിൽ അവൾ അവൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു. എന്നാൽ അത് ലൈംഗിക ചൂഷണത്തിലേക്കുള്ള വഴിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം പ്രശസ്തയായപ്പോൾ മഡോണ ന്യൂയോർക്കിൽ വച്ച്
തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് പരാമർശിച്ചിരുന്നു. പക്ഷെ സംഭവം ചർച്ച ചെയ്യാൻ മഡോണ പോലും ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതവളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. മഡോണ പിന്നീട് 232 ഈസ്റ്റ് സൗത്ത് സ്ട്രീറ്റിൽ AB വഴികൾക്കിടയിലുള്ള മനുഷ്യരുടെ താമസത്തിന് അനുയോജ്യമല്ലാത്ത ഒരു തകർന്ന 4ാം നിലയിലേക്ക് മാറി. വർഷങ്ങളോളം ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു ജീവിതം. പാറ്റ കയറിയിറങ്ങുന്ന കുടുസുമുറിയിലെ താമസം. ഇടനാഴിയിലേക്ക് ഇറങ്ങിയാൽ ലഹരിയിൽ ആടിയുലയുന്ന യുവാക്കളെയും എല്ലാം മുട്ടി നടക്കേണ്ടി വരും. പല ദിവസങ്ങളിലും ആവശ്യത്തിന് ആഹാരം പോലും ഇല്ലായിരുന്നു. ചിലപ്പോൾ ചവറ്റുകുട്ടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ പോലും വന്നു. എന്നാലും താൻ ഒരിക്കൽ ലോകം കീഴടക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. സിനിമയിലോ ആൽബത്തിലോ കടന്നു കയറുകയായിരുന്നു അവളുടെ ലക്ഷ്യം. ഇതിനായി പല ഓഡീഷനുകളിലും പങ്കെടുത്തുവെങ്കിലും ആദ്യകാലത്ത് അവളെ ആർക്കും വേണ്ടായിരുന്നു. മേരി ഗബ്രിയേൽ എഴുതിയ മഡോണ ഒരു വിമത ജീവിതം എന്ന 800 പേജുള്ള പുസ്തകത്തിലും മഡോണയുടെ അക്കാലത്തെ കഷ്ടതകൾ പറയുന്നുണ്ട്. 70കളിലെയും 80കളിലെയും ന്യൂയോർക്ക് നഗരത്തിൻ്റെ ക്ലോസപ്പ് ചിത്രം കൂടി ഇതിലുണ്ട്. ഒരു വശത്ത് കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ, പണമുണ്ടാക്കുക മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്ന മറ്റൊരു കൂട്ടർ. വിയറ്റ്നാം യുദ്ധത്തിനെതിരെ മാതൃരാജ്യത്തിൻ്റെ മനസ്സുണർത്താൻ തെരുവിലിറങ്ങിയ യുവതലമുറ. കലാപകലുഷിതമായിരുന്നു അന്നത്തെ അന്തരീക്ഷം. അസ്വസ്ഥതയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ഇടയിലാണ്, അല്ലെങ്കിൽ ഇരുട്ടിലാണ് മഡോണ പാട്ടിൻ്റെ പ്രകാശം ചുരുങ്ങിയത്. പതിയെ അവൾക്കും അവസരം കിട്ടി. ലൈക്ക് എ വെർജിൻ, ട്രൂ ബ്ലൂ, റേ ഓഫ് ലൈറ്റ്, കൺഫെഷൻസ് ഓൺ എ ഡാൻസ് ഫ്ലോർ തരംഗം സൃഷ്ടിച്ച ആൽബങ്ങൾ തുരുതുരായി ഇറങ്ങി. പോപ്പ് രാജ്ഞിയുടെ കിരീടം മഡോണയ്ക്ക് കിട്ടി. പിന്നെ അവൾ ലോകവ്യാപകമായി തരംഗമായി. മഡോണ ഒരു സ്വർഗാനുരാഗ ഐക്കണായി പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൗമാരപ്രായത്തിൽ അവളെ പരിചയപ്പെടുത്തിയത് നൃത്ത പരിശീലകനായ ക്രിസ്റ്റഫർ ഫ്ലിൻ എന്ന പരസ്യമായ സ്വർഗാനുരാഗിയായിരുന്നു. അതിനുശേഷം മഡോണ തൻ്റെ ജീവിതത്തിനും കരിയറിനും LGBT സമൂഹത്തിൻ്റെ പ്രാധാന്യം അംഗീകരിച്ചിട്ടുണ്ട്. സ്വർഗാനുരാഗികൾ ഇല്ലെങ്കിൽ തനിക്കൊരു കരിയർ ഉണ്ടാകില്ല എന്നൊരിക്കൽ അവർ പരസ്യമായി പറഞ്ഞു. എന്നും ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ശബ്ദമുയർത്തി. ഒരിക്കൽ UAE-യിൽ വച്ച അവർ ആ രാജ്യത്തെ വിമർശിക്കാനുള്ള ധീരത കാട്ടി. 2012 രാജ്യത്തിൻ്റെ LGBT വിരുദ്ധ നിയമങ്ങളെ വിമർശിച്ചതിന് റഷ്യയിൽ അവർക്കെതിരെ കേസെടുത്തു. സ്ത്രീ ശരീരത്തിൽ കുടുങ്ങിയ ഒരു സ്വർഗാനുരാഗി എന്നാണ് അവരെ ടൈം മാഗസിൻ അടക്കം വിശേഷിപ്പിച്ചത്. 80കളിൽ HIV/AIDS പകർച്ചവ്യാധിക്കെതിരെ പരസ്യമായി തന്നെ ആദ്യമായി പ്രതികരിച്ച സെലിബ്രിറ്റി മഡോണയാണ്. രോഗത്തിനെതിരെ സംസാരിക്കുന്നത് തെറ്റിദ്ധരിക്കാൻ ഇടയാക്കുമെന്നും പലരും പേടിച്ച രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പലരും നിശബ്ദരായിരുന്നു. പക്ഷെ തൻ്റെ കരിയറിനെ കുറിച്ച് ആലോചിക്കാതെ മഡോണ വേദികളിൽ ബോധവൽക്കരണ സന്ദേശം പകർന്നു. ലഘുലേഖകൾ നേരിട്ട് വിതരണം ചെയ്തു. കീത്ത് ഹാരിങ് ഉൾപ്പെടെ ഒട്ടേറെ സുഹൃത്തുക്കൾ മാരക രോഗത്തിന് കീഴടങ്ങുന്നത് കണ്ടു. പക്ഷേ ലോകത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള ഒരവസരവും പാഴാക്കിയില്ല അവർ. ആയിരക്കണക്കിന് സ്വർഗാനുരാഗികളായ പുരുഷന്മാർ എയ്ഡ്സ് ബാധിച്ച് മരിക്കുന്നത് സർക്കാർ തുടക്കത്തിൽ അവഗണിച്ചപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചയാക്കിയത് മഡോണയാണ്. വാതുറന്നാൽ തലക്കെട്ട് സൃഷ്ടിക്കുന്ന വിവാദ വ്യക്തിത്വമാണ് മഡോണ. കടുത്ത ഒരു മതപൗരോഹിത്യ വിമർശകയാണ്. 1989 പുറത്തിറങ്ങിയ മഡോണയുടെ ലൈക്ക് എ പ്രയർ എന്ന പോപ്പ് ആൽബത്തിൽ യേശുവിൻ്റെ രൂപവും കത്തുന്ന കുരിശും ചിത്രീകരിച്ചത് വൻ വിവാദമായിരുന്നു. ഏറ്റവും പൈശാചികമായ പ്രകടനം എന്നായിരുന്നു വത്തിക്കാൻ എന്ന ഈ ആൽബത്തെ വിശേഷിപ്പിച്ചത്. 2008 റോമിൽ നടന്ന സംഗീതമേളയ്ക്കിടെ മഡോണ ലൈക്ക് എ വെർജിൻ എന്ന പഴയ ഹിറ്റ് ഗാനം മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചു. കത്തോലിക്ക സഭയെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇത്. സ്റ്റിക്കി ആൻഡ് സ്വീറ്റ് എന്ന പേരിട്ട തൻ്റെ പ്രശസ്തമായ സംഗീത പര്യടനത്തിൻ്റെ ഭാഗമായാണ് മഡോണ റോമിലെത്തുന്നത്. 60,000-ഓളം ആരാധകർ തടിച്ചുകൂടിയ സംഗീതമേളയ്ക്കിടെ തീർത്തും അപ്രതീക്ഷിതമായാണ് മഡോണ തൻ്റെ പഴയ ഹിറ്റ് ഗാനം മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇത് വിശ്വാസികൾക്ക് കടുത്ത പ്രകോപനമുണ്ടാക്കി. അതിനും 2 വർഷം മുൻപ് റോമിൽ നടന്ന മറ്റൊരു സംഗീത വിരുന്നിനിടെ യേശുവിൻ്റെ ക്രൂശിത മരണത്തിനോട് സാമ്യം തോന്നിക്കുന്ന രംഗം മഡോണ സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു. കന്യകാത്വം, ഗർഭഛിദ്രം അനുവദിക്കാതിരിക്കൽ തുടങ്ങിയ സഭയുടെ നിലപാടുകൾ അവർ പാട്ടുകളിലൂടെയും വിമർശന വിധേയമാക്കി. ഇക്കഴിഞ്ഞ വർഷവും വ്യാകുല മാതാവിൻ്റെ വേഷത്തിലാണ് വാനിറ്റി ഫെയറിൽ അവർ പ്രത്യക്ഷപ്പെട്ടത്. മഡോണയുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി ഇറങ്ങുന്നുണ്ട്. 7 വ്യാകുലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ നെഞ്ചിൽ വാൾ ചിത്രീകരിച്ചിട്ടുമുണ്ട്. അന്ത്യ അത്താഴത്തിൻ്റെ രീതിയിലാണ് മറ്റൊരു ചിത്രീകരണം. ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മഡോണ, അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത് നഗ്നകളായ സ്ത്രീകൾ. ഇതൊക്കെ വിവാദമായെങ്കിലും മഡോണയ്ക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. പാരീസ് ഭീകരാക്രമണം, തൻ്റെ റിബൽ ഹാർട്ട് എന്ന
ആൽബത്തിൻ്റെ പ്രചരണത്തിനായി ഉപയോഗിച്ചതായി മഡോണയ്ക്ക് ആരോപണമുണ്ടായിരുന്നു. ഷാർലി ഹെബ്ദോയുടെ കാർട്ടൂണുകൾക്കെതിരെ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും മഡോണ ശക്തമായാണ് പ്രതിഷേധിച്ചത്. 2022 ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് മഡോണ രംഗത്തെത്തിയിരുന്നു. ഹലോ പോപ്പ് ഫ്രാൻസിസ്, ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്, ഇത് സത്യമാണ്. ഞാൻ അവസാനമായി കുമ്പസരിച്ചിട്ട് പതിറ്റാണ്ടുകളായി. ചില പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് ഒരു ദിവസം കൂടിക്കാണാൻ കഴിയുമോ എന്നാണ് മഡോണ ചോദിച്ചത്. ട്വീറ്റിലൂടെയായിരുന്നു മഡോണയുടെ ഈ വാക്കുകൾ. ഇതോടെ മഡോണ വിശ്വാസത്തിലേക്ക് തിരിയുന്നോ എന്നുവരെ ചർച്ചകൾ വന്നു. പക്ഷേ അത് അവർ ശരിക്കും പറഞ്ഞതാണോ അതോ ട്രോളിയതാണോ എന്നൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇടയ്ക്ക് കബാലി എന്ന ജൂത മിസ്റ്റിസിസത്തിലും മഡോണ പെട്ടിരുന്നു. 2004 എസ്തർ എന്ന ഹീബ്രു നാമം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിലും ഉറച്ചു നിന്നില്ല. പണ്ട് സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിൾ 1 ലക്ഷത്തിന് ലേലം പോയ ഒരു കഥ കേട്ടിട്ടില്ലേ? അത് കഥ മാത്രമായിരിക്കും, പക്ഷേ അതിൻ്റെ 10 ഇരട്ടിയാണ് ആരാധകർക്ക് മഡോണ എന്ന സെക്സ് ബോംബിനോടുള്ള ആരാധന. മഡോണയുടെ അടിവസ്ത്രം പോലും $1.25 കോടി ലേലം പോകാറുള്ളത്. പ്രശസ്തമായ മെറ്റീരിയൽ ഗേളിൽ മഡോണ ധരിച്ച വസ്ത്രമാണ് ലേലത്തിന് വെച്ചത്. മെർലിൻ മൺറോ സ്റ്റൈലിലുള്ള പിങ്ക് നിറത്തിലുള്ള വസ്ത്രം കാലിഫോർണിയയിലെ ജൂലിയൻസ് ഓപ്ഷൻ സെന്ററിൽ ലേലത്തിന് വെച്ചപ്പോൾ വിലയിട്ടത് 75 ലക്ഷം രൂപ മുതൽ 1.5 കോടിയോളം രൂപ വരെയാണ്. 1.5 കോടി അടുപ്പിച്ചുള്ള തുകയ്ക്കാണ് ലേലത്തിൽ അത് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ മഡോണ തൊട്ടതും പിടിച്ചതുമൊക്കെ പിൽക്കാലത്ത് വൻ തുകയ്ക്ക് ലേലത്തിന് പോയിട്ടുമുണ്ട്. താരം ഒരു കാലത്ത് സ്വന്തമാക്കിയിരുന്ന ബംഗ്ലാവ് പോലും ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. പ്രശസ്തമായ ഹോളിവുഡ് ഹില്ലിൽ ഹോളിവുഡ് സൈനിന് താഴെയായാണ് മനോഹരമായ ഈ ബംഗ്ലാവിന് മഡോണയുടെ പേരിൽ $21 മില്യൺ വിലയിട്ടിരിക്കുന്നത്. 10,000 ചതുരശ്ര അടിയിലധികമാണ് ബംഗ്ലാവിൻ്റെ ആകെ വിസ്തീർണം. 93 മുതൽ 96 വരെ മഡോണ ഇവിടെ ജീവിച്ചിരുന്നതായാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. മഡോണയുടെ ആദ്യകാലത്തെ മറ്റൊരു ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു നഗ്നയായി ചുറ്റിക്കറങ്ങൽ. ഇതൊക്കെ പരസ്യമായി അവൾ എഴുതുകയും പറയുകയും ചെയ്യും. ഇങ്ങനെ എഴുതിയത് കൊണ്ട് കാമുകൻ അവളെ ഉപേക്ഷിച്ച് പോയിട്ടുമുണ്ട്. മഡോണ എഴുതിയ സെക്സ് എന്ന പുസ്തകമാണ് താൻ അവരെ ഉപേക്ഷിക്കാൻ കാരണമെന്ന് വനില ഐസ് എന്ന അറിയപ്പെടുന്ന റോബർട്ട് വാൻ വിങ്കിൾ മുമ്പ് പറഞ്ഞിരുന്നു. മഡോണയുടെ കാമുകനായിരുന്ന ഈ റിയാലിറ്റി ഷോ താരം 8 മാസം കഴിഞ്ഞപ്പോൾ അവരുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു. അശ്ലീലത നിറഞ്ഞ സെക്സ് എന്ന പുസ്തകത്തിൽ തൻ്റെ ചിത്രവും ഉൾപ്പെടുത്തിയതാണ് ഐസിനെ തീരെ പിടിക്കാതിരുന്നത്. പക്ഷെ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മ എന്നാണ് മഡോണ സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. ഇപ്പോൾ അവർ 6 കുട്ടികളുടെ അമ്മയാണ്. തൻ്റെ 2 വിവാഹങ്ങളിലൂടെയും അസംഖ്യം പ്രണയങ്ങളിലൂടെയും അവർ തലക്കെട്ട് സൃഷ്ടിച്ചിരുന്നു. ആദ്യം US നടൻ സീൻ പെന്നുമായും പിന്നീട് ബ്രിട്ടീഷ് സംവിധായകൻ ഗായ റിച്ചിയുമായും ആയിരുന്നു വിവാഹം. പക്ഷേ മക്കൾക്ക് അവർ സ്നേഹനിധിയായ അമ്മയാണ്. നേരത്തെ മകൻ റോക്കോ റിച്ചിയുടെ ന്യൂഡ് ബോഡി പെയിൻറ്റിംഗ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച് മഡോണ ഞെട്ടിച്ചിരുന്നു. മഡോണയുടെ 6 മക്കളിൽ രണ്ടാമത്തെയാളാണ് 23-കാരനായ റെക്കോ. ലോർഡ്സ് ലിയോൺ, മേഴ്സി ജെയിംസ്, ഡേവിഡ് ബാന്ത എന്നിവർ ഇരട്ട സഹോദരങ്ങളാണ്. ഇതിൽ ഏറ്റവും മുതിർന്നയാളായ ലോർഡ്സ് ലിയോൺ ഫാഷൻ രംഗത്ത് സജീവമാണ്. തൻ്റെ ശരിക്കുമുള്ള കുട്ടികൾ ഏതാണ്, ദത്തെടുത്തവർ ഏതാണ് എന്ന് ഒന്നും മഡോണ വെളിപ്പെടുത്തിയിട്ടില്ല. ജീവകാരുണ്യ പ്രയത്നങ്ങൾ മഡോണ ഏറെ ചെയ്യുന്നുണ്ട്. സ്വന്തം ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളായ റേ ഓഫ് ലൈറ്റ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ റേസിംഗ് മലാവി ഒരുപാട് ധനസഹായങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് നൽകുന്നുണ്ട്. ഈ 65-ാം വയസ്സിലും 25-കാരിയുടെ ചുറുചുറുക്കോടെ ആടിപ്പാടി തിമിർക്കുന്ന മഡോണ എന്ന സ്റ്റേജിന് തീപിടിപ്പിക്കുന്ന സൗന്ദര്യധാമം ആരോഗ്യപരമായി വളരെ മോശം അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കടന്നുപോയത്. കോവിഡ് ബാധിച്ചതിനു ശേഷം അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അതിഗുരുതരമായ പ്രചാരങ്ങൾ വരെ ഉയർന്നിരുന്നു. മഡോണ പ്ലാസ്റ്റിക് സർജറിയിലും അതുപോലെ തന്നെ ബോട്ടോക്സും ചെയ്തപ്പോൾ ടൈം മാഗസിൻ പോലും അവലോകനങ്ങൾ വന്നു. ബെലിൻഡ ലസ്കോംബ് മഡോണയുടെ മുഖവും വാർദ്ധക്യത്തിൻ്റെ മിഥ്യയും എന്ന ലേഖനവുമാണ് ടൈമിൽ എഴുതിയത്. പ്രസന്നമായ വാർദ്ധക്യം എന്ന ആശയമാണ് അദ്ദേഹം മഡോണയെ മുൻനിർത്തി പറയാൻ ശ്രമിച്ചത്. ഇതിനെതിരെ വാർദ്ധക്യത്തെ പിടിച്ചു നിർത്തുന്നുവെന്ന എതിർവാദങ്ങളും ഉണ്ടായി. കോവിഡിന് ശേഷമാണ് മഡോണയ്ക്ക് ബാക്ടീരിയൽ അണുബാധ ഉണ്ടാകുന്നത്. അത് ഗുരുതരമായി. കഴിഞ്ഞ വർഷം ജൂണിൽ ന്യൂയോർക്ക് സിറ്റി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മഡോണ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു.
1 മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ഗായിക ലോക പര്യടനവും മറ്റ് ഔദ്യോഗിക പരിപാടികളുമെല്ലാം നീട്ടിവെക്കുകയും ചെയ്തു. ഒരു വേള മഡോണ മരിച്ചെന്നുവരെ വ്യാജ വാർത്തകൾ ഉയർന്നു. 2023 നവംബർ 18-ന് പോപ്പ് ഇതിഹാസം മഡോണയുടെ പുത്തൻ ചിത്രങ്ങൾ കണ്ട് ആരാധകർ ആശങ്കപ്പെട്ടിരുന്നു. ഗായിക വളരെ ക്ഷീണിതയും അവശയുമാണ് എന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായത്. ഇതോടെ ആരോഗ്യകാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധ പുലർത്തണമെന്നും ആരാധകർ കമന്റിലൂടെയെല്ലാം അറിയിക്കുകയും ചെയ്തു. അമിതമായി ജോലി ചെയ്യുന്നതാണ് അവരുടെ പ്രശ്നമെന്നാണ് പല ഡോക്ടർമാരും പറയുന്നത്. പക്ഷേ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ അവർ വീണ്ടും പാട്ടുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ഒരു 65-ാം വയസ്സിലും തീപാറുന്ന പ്രകടനവുമായി മഡോണ വീണ്ടും ലോക പര്യടനം നടത്തിയിരിക്കുകയാണ്. മഡോണയ്ക്ക് ചരമഗീതം എഴുതിയവരെ കൊണ്ട് തന്നെ അവർ എല്ലാം തിരുത്തി കുറിക്കുകയായിരുന്നു. ബ്രസീലിലെ കോബാകബാന ബീച്ചിലെ പ്രകടനം കണ്ടതോടെ മാധ്യമങ്ങൾ എഴുതി മഡോണ ദ ഗ്രേറ്റ്.